പൂരം കൊടിയേറി മക്കളെ, അങ്ങോട്ട് നോക്കണ. പൂരം കൊടിയേറി മക്കളെ. നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും ആടിന്റെ 3ാം ഭാഗവുമായി ഒരു വരവ് കൂടെ വരികയാണ്. 2ാം ഭാഗം ഇറങ്ങി ഏകദേശം ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷമാണ് ആട് പാർട്ട് 3 വരുന്നത്. ആൻഡ് ഇറ്റ്സ് സംതിങ് ബിഗ്. മാത്രമല്ല ഈ ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ഹൈപ്പും ചെറുതൊന്നുമല്ല. സോ ഇനി എൻ്റെ ഒരു ചോദ്യം ഇതാണ്: ആട് 3 ആയിരിക്കുമോ മലയാള സിനിമയുടെ അടുത്തൊരു 100 കോടി? ആട് 3 ആയിരിക്കുമോ ജയസൂര്യയുടെ ഒരു കംബാക്ക് മൂവി? ഇനി ആട് 3 ഈ ഒരു ഹൈപ്പിനെ തുയരുമോ? നോക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമ, TV സീരീസ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യും. സോ ഡു സബ്സ്ക്രൈബ്. സോ ആട് ഫ്രാഞ്ചൈസ്. സോ ആട് 3നെ പറ്റി അധികം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാം തുടക്കത്തിനെ പറ്റി പറയാം. ആട് ഒരു ഭീകരജീവി. ഹോ, ഇമ്മാതിരി ഐക്കോണിക് ക്യാരക്ടേഴ്സ്, ഇമ്മാതിരി BGM, ഇമ്മാതിരി മീമുകൾ തന്നൊരു സിനിമ. മാൻ, ഹോ, ഒരു പിടി ഐക്കോണിക് ക്യാരക്ടേഴ്സും അവർക്ക് ഓരോരുത്തർക്കും ഐക്കോണിക് ആയിട്ടുള്ള BGM-ഉം ഇൻട്രോയും നൽകാൻ സാധിക്കുമോ? പറ്റില്ല ബൈ, ബട്ട് ഐ ക്യാൻ. കോമഡി, മ്യൂസിക്, ക്യാരക്ടേഴ്സ് എല്ലാം കൊണ്ടും ലിറ്ററലി ഒരു കൾട്ട് തന്നെയാണ് ആട് ഒരു ഭീകരജീവി. ബട്ട് സാഡ്ലി ഈ ഒരു പടം ഒരു തിയേറ്ററിക്കൽ ഫ്ലോപ്പ് ആയിരുന്നു. സോ അതിന്റെ കാരണമായി പേഴ്സണലി എനിക്ക് തോന്നിയത് ഓഡിയൻസ് എക്സ്പെക്ടേഷൻസ്. മേ ബി അന്ധകാലത്ത് ഓഡിയൻസ് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് ചിലപ്പോൾ ഇതൊരു മാസ് പടമായിരിക്കും, ഫുൾ ഓൺ ഫൈറ്റ് പടമായിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കാം ഇതിനെ തിയേറ്ററിൽ പോയി കണ്ടത്. തിയേറ്ററിൽ വന്നപ്പോഴത്തേക്കും ഒരു മാസ് പടം പ്രതീക്ഷിച്ചായിരിക്കാം. നന്നായി വരണമെന്ന് വിചാരിച്ചൊരു പടം, അത് ചിലപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം. പാരലൽ ട്രാക്കുകൾ കുറേ ഉണ്ടായിരുന്നു. ആ പടം തലകുത്തനെ തിയേറ്ററിൽ വീണു. ഇത് മാത്രമല്ല, ഇത് ഫ്ലോപ്പ് ആവാൻ വേറൊരു കാരണം കൂടിയുണ്ട്. ഈ ആട് ഒരു ഭീകരജീവി എന്ന് പറയുന്ന സിനിമ തുടക്കത്തിൽ ഇതൊരു നോൺ ലീനിയർ ഫോർമാറ്റിലായിരുന്നു ഈ സിനിമയുടെ കഥ വയ്ക്കൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു ഇഷ്യൂ ഈ ഒരു സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട് ഓഡിയൻസിന്റെ ഇടയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നു എന്ന് കരുതി ഈ ഒരു സിനിമ റീ എഡിറ്റ് ചെയ്ത് പുതിയൊരു വെർഷനായി ഇറക്കുകയായിരുന്നു. നോൺ ലീനിയർ ആയിട്ടായിരുന്നു ആ സിനിമ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ആളുകൾക്ക് മനസ്സിലായില്ല, എന്താണ് കണക്ഷൻ കിട്ടിയില്ല. രണ്ടാമത് അത് റീ എഡിറ്റ് ചെയ്ത് അത് പക്ഷെ അപ്ലോഡ് ആയി വരാൻ ഒരു 3-4 ദിവസം എടുത്തു. അപ്പോഴേക്കും അഭിപ്രായം സ്പ്രെഡായി. ഇനി ആട് 3യെ പറ്റി പറയുകയാണെങ്കിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ 100 കോടി അടിക്കുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല, പ്രത്യേകിച്ച് കോമഡി ഫിലിംസിന്. സോ ആട് 3 മസ്റ്റ് ബി മോർ ദാൻ എ കോമഡി ഫിലിം. ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ആട് 3യുടെ ട്രെയിലറിലും കണ്ടത്. ഒരു പീരിയോഡിക് ടൈം ട്രാവൽ അല്ലെങ്കിൽ 2 കാലഘട്ടം കാണിച്ചു പോകുന്ന ഒരു കോൺസെപ്റ്റാണ് ഇതിലെ കഥ. സോ ദാറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. മാത്രമല്ല ഈ ജയസൂര്യയുടെ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ കേരളത്തിൽ ഫേമസ് ആണ്. ആൻഡ് ഇഫ് ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിന് പുറത്തൊരു റീച്ച് കിട്ടിയാൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ റേഞ്ച് എവിടെ എത്തുമെന്ന്. സോ ഈ സിനിമയുടെ 2 കാലഘട്ടങ്ങൾ കാണിച്ചു പോകുന്ന കോമഡിയോട് കൂടിയ ഈ ഒരു കോൺസെപ്റ്റ് സിനിമയെ മോർ ഇൻട്രസ്റ്റിംഗും കേരളത്തിന് പുറത്ത് ഒരു റീച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നു, പ്രത്യേകിച്ച് OTT-യിൽ വരുമ്പോൾ. ഹൗവർ ഈ ഒരു ആട് 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് ഓൾറെഡി ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ഇപ്പോൾ നിലവിലൊരു ഓഡിയൻസ് ഉണ്ട്. അതിന്റെ കൂടെ പടം നല്ലതാവുകയും പടത്തിനൊരു പോസിറ്റീവ് റെസ്പോൺസുമാണ് കിട്ടുന്നതെങ്കിൽ ഓഡിയൻസ് വേർഡ് ഓഫ് മൗത്തും കൂടും, പടം കയറി കൊളുത്തും. ഇനി ഒരു സ്റ്റാർഡം ആംഗിളിൽ നോക്കിയാൽ ജയസൂര്യ എന്ന് പറയുന്ന ആക്ടർ ഇപ്പോൾ സിനിമകൾ ചെയ്തിട്ട് കുറച്ച് നാളായി. സോ ആട് 3 എന്ന് പറയുന്ന ഈ ഒരു സിനിമ മികച്ചതാണെങ്കിൽ ഇത് അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് കംബാക്ക് ആയിരിക്കും. മാത്രമല്ല ഈ വർഷം തന്നെ അദ്ദേഹത്തിന്റെ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള സിനിമ കത്തനാറും വരികയാണ്. ആൻഡ് ഇഫ് അതും ഒരു മികച്ച പടമാണെങ്കിൽ ഈ വർഷം ജയസൂര്യയുടേതാവും. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ആട് 3 100 കോടി അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് തടസ്സമിട്ടുകൊണ്ട് 2 വലിയ ക്ലാഷ് റിലീസുകളാണ് ആ ദിവസം തന്നെ വരുന്നത്, ദുരന്തറും ടോക്സിക്കും. സോ അവർ തമ്മിൽ നേർക്ക് നേർ വന്നാൽ ആരായിരിക്കും ബോക്സ് ഓഫീസ് തൂക്കുന്നതെന്നറിയാൻ ഈ വീഡിയോ കാണുക.